നമസ്കാരം. ബംഗ്ലാദേശ് ഉയർത്തുന്ന പ്രശ്നം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂകമ്പം പോലെ നമ്മളെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ അവിടെ കലാപമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ കലാപത്തിന് ഇറങ്ങിത്തിരിച്ചു. ആ വിദ്യാർത്ഥികളുടെ പിന്നിൽ നിറഞ്ഞു നിന്നിരുന്നത് അവിടുത്തെ ഭീകരവാദ സംഘടനകളും അതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മുന്നണിയിൽ തന്നെയുണ്ട് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിടി എത്ര ശക്തമായിട്ടുള്ള രീതിയിൽ ബംഗ്ലാദേശിൻ്റെ കഴുത്തിൽ പിടിക്ക് കഴിയുന്ന തരത്തിലേക്ക് മുറുകുന്നുവോ അതിനനുസരിച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തന്ത്രപരമായ വലിയ ഒരു വിഷയമായി അത് വളരുകയാണ് ചെയ്യുന്നത്. കുറച്ചു കാലമായിട്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നാം കൊണ്ടുവന്ന ഭീകരവിരുദ്ധ വികാരത്തെ, ബോധത്തെ തകർക്കാനും അവിടേക്ക് ഭീകരക്ക് കടന്നു വരാനായിട്ടുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ബംഗ്ലാദേശിൻ്റെ അകത്തളങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അതിശക്തമായിട്ട് തന്നെ ഇന്ത്യക്ക് ഇടപെടേണ്ടതുണ്ട്. തന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് എങ്ങനെ ബംഗ്ലാദേശിനെ ഇണക്കാം, മറ്റൊന്ന് ബംഗ്ലാദേശിനെ എങ്ങനെ മെരുക്കാം. ഇണക്കവും മെരുക്കവും എന്ന് പറയുന്നത് പ്രധാനപരമായിട്ടുള്ളൊരു തന്ത്രമായി മാറുകയാണ്. ഒരുതരം മൾട്ടിപ്പിൾ തെറാപ്പി തന്നെ ഉണ്ടെങ്കിലാണ് ബംഗ്ലാദേശ് ഉയർത്തുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. ഈ ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിയായ മുജീബുർ റഹ്മാൻ്റെ കാലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഷേഖ് ഹസീന പിന്നീട് വന്നപ്പോഴായിക്കോട്ടെ, ഒന്നും തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പിന്തുണ നൽകിയില്ല. മാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമായിരുന്നു. BNP അധികാരത്തിൽ വന്നപ്പോൾ ഇതേ സമീപനമാണ്. അന്നും പാകിസ്ഥാനെ ഉൾപ്പെടെ അകറ്റി നിർത്തുകയും ഇന്ത്യയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ മുഹമ്മദ് യൂനിസ് സർക്കാർ പാകിസ്ഥാനെ കൂടുതൽ അടുപ്പിക്കുന്നു, അവർക്ക് കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്നു. ഒപ്പം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് അടുത്ത ഭരണം പിടിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നു. ഇവിടെ മുഹമ്മദ് യൂനിസിന് വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെ പിന്തുണയ്ക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ ഓരോ നീക്കവും ഇന്ത്യക്കെതിരായിട്ടുള്ള പണിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പാകിസ്ഥാനിൽ ഇത് ആദ്യമായിട്ട് ഒരു യുദ്ധക്കപ്പൽ ബംഗ്ലാദേശിലേക്ക് എത്തിച്ചേരുന്നു. ഇത്രയും വർഷം, ഏതാണ്ട് അരനൂറ്റാണ്ടോളം കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ മാറി മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശിൻ്റെ സമുദ്രമേഖലയിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്തുന്നു. കാലാകാലങ്ങളായിട്ട് ഇന്ത്യക്ക് പരമ്പരാഗതമായുള്ള സ്വാധീനത്തെ മറികടക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും പുതിയ സംഘടനയും ഒക്കെ എങ്ങനെയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ബംഗ്ലാദേശിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്? ഇന്ന് മാധ്യമങ്ങളിൽ പോലും കുറിച്ച് ഒരു വലിയ അപഗ്രഥനം നടത്തിയിട്ടുണ്ട്. അതായത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ അമിതാഭ് ഭട്ടു എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിൻ്റെ ഡീനായിട്ടുള്ള പത്മശ്രീ ജേതാവുമായി അദ്ദേഹം പറയുന്നത് ഒരു സെൻറ്റൻസ് മാത്രം ഞാൻ കോട്ട് ചെയ്യാം. ഹസീനയുടെ ഭരണകാലത്ത് പാർശ്വവത്കരിക്കപ്പെട്ടിരുന്ന ഇസ്ലാമിസ്റ്റ് പാർട്ടികളും ശൃംഖലകളും വീണ്ടും കരുത്താർജിക്കുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സുപ്രധാന ആശംസ. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള ഹെഫാസത്തെ ഇസ്ലാം. ഈ മുജിബുർ റഹ്മാൻ്റെ കാലമൊന്നും ഓർമ്മയില്ലാത്തൊരു ജൻസിയാണ് അവിടെ വന്നിരിക്കുന്നത്. അവർക്ക് ഈ ബംഗ്ലാദേശ് മോചനത്തിൻ്റെയോ ഒന്നും കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ഒരാൾക്കാരാണ്. അവർക്ക് ഇന്ത്യയെ സംശയത്തോടു കൂടിയാണ് അവർ കാണുന്നതെന്നും ഈ ഭട്ടു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുതു രക്തമാണ് അവിടെ വരുന്നത്. അവർക്ക് ഇതിനോടുള്ള അതിൻ്റെ ചരിത്രജ്ഞാനവും ഒക്കെ വളരെ കുറവാണ്. ചരിത്രത്തിലൂടെ അല്ല, ഇൻ്റർനെറ്റിലൂടെയാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയൊരു തലമുറയ്ക്ക് ഇന്ത്യ ഒരു സംശയമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ചൂണ്ടുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോക്സി വാർ പോലൊരു വാറ് ഇന്ത്യയിലേക്കും ബംഗാളിലൂടെ വരാനുള്ള ഒരു സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അദ്ദേഹം പരിഹാരമായിട്ട് പറയുന്നത് മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ ജാഗ്രതയോടെ മുറിച്ചു കടക്കുക. ഈ ജാഗ്രത എന്തായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്ത് ജാഗ്രതയാണ് നമുക്ക്? അല്ലെ, ജാഗ്രത എന്ന് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും അവർ പലതരത്തിലും രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒന്ന് ആയുധത്തിൻ്റെ രീതിയിൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഒരു ആയുധമായിട്ട് ബംഗ്ലാദേശ് മാറുന്നു. പാകിസ്ഥാൻ്റെ ഒരു ആയുധമായിട്ട് ബംഗ്ലാദേശ് മാറുകയെന്ന് വെച്ചാൽ നമ്മളെ ഉപദ്രവിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ പാകിസ്ഥാന് ചെയ്തു കൊടുക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ബംഗ്ലാദേശ് മാറിത്തീരുന്നു. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യയശാസ്ത്രപരമായിട്ട് ഇസ്ലാമിസ്റ്റുകളുടെ ആശയങ്ങൾ അത് നമ്മളുടെ സമൂഹത്തിലേക്ക് പകർത്താനായിട്ട് വളരെ ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ എല്ലായിടങ്ങളിലും നടക്കുന്നു എന്നുള്ള. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ഹെഫാസത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മറ്റൊരു ഇസ്ലാമിസ്റ്റ് സംഘടനയും അവിടെ ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ആദ്യം കേട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് എന്നുവെച്ചാൽ ബംഗ്ലാദേശിലെ ജൻസി കലാപം നടക്കുമ്പോൾ കേരളത്തിൽ പലരും പറഞ്ഞിരുന്നത് എന്താണ്? ബംഗ്ലാദേശിൽ വിപ്ലവം എന്നാണ്. ആ വിപ്ലവം എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയായിട്ടോ മതൂദിസ്റ്റുകളായിട്ടുള്ള ബന്ധമുള്ള ആളുകളായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിയപ്പെടുകയും അവരന്ന് ഉയർത്തിയ വിപ്ലവവാദം പിന്നീട് അവർ
മുന്നോട്ട് വെക്കാൻ ധൈര്യപ്പെടാതാവുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രശ്നം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുകയും ആവശ്യമായിട്ടുള്ള സമയത്ത് ഇടപെടലുകൾ നടത്തേണ്ടത് വലിയ ആവശ്യമായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ജൻസി കലാപം, ഈ ജൻസി കലാപം എന്ന് പറയുന്നത് ശരിക്കും ജമാഅത്ത് ഇസ്ലാമിയാണ് നേതൃത്വം നൽകിയത്. കാരണം ഇതിനകത്ത് നിൽക്കുന്ന മുഴുവൻ ജൻസി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നേതൃത്വത്തിൽ നിന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തിയ മുഴുവൻ തന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പതുക്കെ പതുക്കെ വേരുറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പാകിസ്ഥാനിൽ അവർക്ക് കുറച്ച് വേരുകളുണ്ട്. പക്ഷേ ഇവിടെ ബംഗ്ലാദേശിൽ അവിടെ വേരുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള ഒരു പഴുതുണ്ടാക്കുക എന്നുള്ളതുകൂടിയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഒരു ആയുധമായിട്ട് ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. കാരണം നമ്മൾ ഇത്രയും കാലം ബംഗ്ലാദേശിനെ എല്ലാ രീതിയിലും സഹായിച്ചു. ഷേഖ് ഹസീനയുടെ കാലത്ത് നമ്മളോട് ആലോചിക്കാതെ ഒരു കാര്യം ചെയ്യില്ലായിരുന്നു. അന്ന് പാകിസ്ഥാനെ ഒരു കാരണവശാലും അനുകൂലിക്കില്ല, അല്ലെ സപ്പോർട്ട് ചെയ്യില്ല. എന്തിനും BNP അവിടെ അധികാരത്തിൽ വന്നാൽ പോലും അവരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയ ബന്ധത്തെ എന്നേക്കുമായിട്ട് മുറിച്ചു മാറ്റണം. ഇതൊരു പൂർണ്ണ ഇസ്ലാമിക രാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശ് മാറണം. ഇത് പാകിസ്ഥാനും ആവശ്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ഒരു മുന്നണിയായിട്ട് നിലകൊള്ളുന്നത് ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ്. ആ രീതിയിലല്ലേ നമ്മളിനി അതിനെ കാണേണ്ടത്? നമുക്ക് പറയാൻ പറ്റില്ല. ബംഗ്ലാദേശിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസമാണല്ലോ ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനത്ത് ബോംബ് പൊട്ടിയത്. അതേ ദിവസം തന്നെ മുഹമ്മദ് യൂനിസിൻ്റെ ആസ്ഥാനത്തും ബോംബ് പൊട്ടുകയുണ്ടായി. അപ്പോൾ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അത് ഹസീനയുടെ പാർട്ടി മാത്രമാണെന്ന് പറയാൻ അസംതൃപ്തരാണ്. അടുത്തത് ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം റെയിൻ ഓഫ് ടെറർ ഉണ്ടായി എന്ന് പറയുന്നത് പോലെ എന്താണ് സംഭവിക്കുന്നത് സംബന്ധിച്ച് ഒരു വലിയ അനിശ്ചിതത്വമുണ്ട്. അതുപോലെ പറയപ്പെടുന്ന മറ്റൊരു കാര്യം, അവിടുത്തെ പട്ടാള മേധാവി പ്രായം കുറഞ്ഞ ഒരാളാണ്. അദ്ദേഹവും മുഹമ്മദ് യൂനുസും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തു വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു വോളട്ടൈൽ സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇന്ത്യ ഇത് എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷെയ്ഖ് ഹസീനയുടെ കാലത്താണ് ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചത്. ഇന്ത്യയുടെ ശീർഷ വരുമാനത്തെ ബംഗ്ലാദേശ് കടന്നു മാറ്റുന്നത് അവരുടെ 15 വർഷത്തെ ഭരണം കൊണ്ടാണ് എന്നുള്ളതും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അൽ ജസീറ പറയുന്ന അവരങ്ങനെ പറയുള്ളൂ, ബംഗ്ലാദേശിനെ ഹസീനയെ വിട്ടുകൊടുക്കണമെന്നാണ്. BBC-യും ചോദിക്കുന്നത് ബംഗ്ലാദേശിന് ഹസീനയെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ അമിതാഭ് ഭട്ട്, ഞാൻ ആദ്യം കോട്ട് ചെയ്ത ആൾ പറയുന്ന അഭിപ്രായം, ഷെയ്ഖ് ഹസീനയെ തീവ്രമായി സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ പുതിയ ഭരണക്രമത്തെ വിമർശനരഹിതമായി സ്വീകരിക്കുകയോ അല്ല ഇന്ത്യയെ സംബന്ധിച്ച വെല്ലുവിളി. അതെന്താണ് വെല്ലുവിളി എന്നുള്ളത് ഈ ഭീകരാക്രമണമാണ് എന്നാണ് പറയുന്നത്. അല്ല, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഉള്ളൊരു എത്തിക്സ് ഉണ്ട്. ഇപ്പോൾ ലേഖനകർത്താവ് പറയുന്ന കാര്യങ്ങളിലേക്ക് ആ എത്തിക്സ് ഉപേക്ഷിച്ച് ഇന്ത്യക്ക് പോകാൻ പറ്റില്ല. ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്നത് ഇന്ത്യ അല്ലേ? മുജീബ് റഹ്മാന് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കുകയും അങ്ങനെ നമ്മളുടെ ഒരു ശിശുവിനെ പോലെ വളർത്തിക്കൊണ്ടുവന്നു. അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയും നമ്മളുള്ള നല്ല ബന്ധം വരുന്നത്. അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായി മുജീബ് റഹ്മാൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കശാപ്പി ചെയ്തു. ലണ്ടനിലായിരുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഷെയ്ഖ് ഹസീന അന്ന് രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് തിരിച്ച് അവരവിടെ എത്തുകയും അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അങ്ങനെ വീണ്ടും അവർക്ക് അധികാരം തിരിച്ചു വരികയും ചെയ്തു. ആ അധികാരത്തെയാണ് ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ അട്ടിമറിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ശക്തികൾ തന്നെയാണ്. ഈ ഇസ്ലാമിസ്റ്റ് ശക്തികൾ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതിന് പല ശിഖരങ്ങളുമുണ്ട്. ആ ശിഖരങ്ങളുമൊക്കെ ആയിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഴയതുപോലെ ഈ പഴയ എത്തിക്സ് സൂക്ഷിച്ച് നിലനിൽക്കുകയല്ല ചെയ്യേണ്ട. പകരം ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിലവിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികൾ, യുവജനങ്ങൾ, അതേപോലെ വേണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുമൊക്കെ എന്ത് ചെയ്യാം, സംസാരിച്ചിട്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തതുപോലെ അഫ്ഗാനിസ്ഥാനിൽ എന്താ ചെയ്തത്? അഫ്ഗാനിസ്ഥാനിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരിക്കൽ പോലും പൊരുത്തപ്പെടാൻ പറ്റാത്തതായ അവിടുത്തെ ആളുകളെ നമ്മളൊരു ആയുധമാക്കി പാകിസ്ഥാനെതിരെ അടിച്ചു. അതുപോലെ ബംഗ്ലാദേശിൽ ഇതേപോലെ ഒരുപാട് ചീള് കക്ഷികളുണ്ട്. ആ ചീള് കക്ഷികളെ പിറക്കിക്കൂട്ടി പാകിസ്ഥാനെതിരെയും അതേപോലെ തന്നെ നമുക്കെതിരെ നിൽക്കുന്ന ബംഗ്ലാദേശിലെ ശക്തികൾക്കെതിരെയും പ്രയോഗിക്കുക. അങ്ങനെ തന്ത്രപരമായിട്ട് ബംഗ്ലാദേശിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തണം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള തന്ത്രങ്ങളാണ് ബംഗ്ലാദേശിനെ മെരുക്കാനായിട്ട് കൂടുതൽ സഹായകരം. ഈ ഹസീന പറയുന്നൊരു പ്രശ്നമുണ്ട്. ഹസീനയുടെ പാർട്ടിയുണ്ട് അവാമി ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവിടെ അനുമതിയില്ല. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ ജയിക്കും. ഈ അവാമി ലീഗ് മത്സരിക്കാനില്ല എന്ന് പറയുമ്പോൾ ഷെയ്ഖ് ഹസീനയെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന, മാത്രമല്ല അവരെ വധശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ പാർട്ടി കൂടെ മത്സരിക്കാൻ വിധിച്ച് ഇൻ ആബ്സെൻഷ്യ
അവരെ അതെ, വിചാരണ അല്ല ചെയ്തിട്ടില്ല. വിധിച്ചു. അപ്പോൾ ആ ട്രിബ്യൂണൽ വിധിച്ചപ്പോൾ ഈ ഷേഖ് ഹസീന പറയുന്നത് എനിക്കൂടെ ബോധ്യമുള്ള അന്താരാഷ്ട്ര ട്രിബ്യൂണലിന്റെ മുമ്പിൽ വരാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ അന്താരാഷ്ട്ര ട്രിബ്യൂണലിൽ ഒറ്റ ജഡ്ജി പോലും വേറെ രാജ്യത്തൊന്നുമില്ല, ഇതെല്ലാം ബംഗ്ലാദേശുകാരാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് വാഖറുസ്സമാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ സൈനിക മേധാവിയാണ്. ഈ ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി ഇന്ത്യയുമായിട്ട് നല്ല അടുപ്പം പുലർത്തുന്നുണ്ട്. അന്ന് ഷേഖ് ഹസീനയുടെ കൊട്ടാരം വളഞ്ഞപ്പോൾ അവരെ അവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചത്, അതായത് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടാണ് അവർ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. പക്ഷേ അന്ന് അവരോട് പറയുന്നത് വാഖറുസ്സമാൻ എന്ന് പറയുന്ന സൈനിക മേധാവി പറയാണ്, നിങ്ങൾ ഈ രാജ്യം വിട്ടുപൊക്കോളൂ, ഇവിടെ നിന്നാൽ നിങ്ങളെ കൊല്ലും. അപ്പം ആ വാഖറുസ്സമാന്റെ നിലപാട് വളരെ കൃത്യമാണല്ലോ. അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഇന്ത്യൻ ഭരണകൂടത്തിന് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന ബംഗ്ലാദേശിനെ ഒന്നും മെരിക്കാനുള്ള ഒരു തീർച്ചയായും. സാഹചര്യം ഉണ്ടായേക്കാം, ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അത്തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടി പുലർത്തുന്നതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് നല്ലത്, അല്ലേ? അങ്ങനെ ആയിരിക്കാം അജിത് അവരൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ കരുതാൻ. കാരണം ഇത് വെറുതെ നമുക്ക്, അതായത് ഈ ആയുധം കൊണ്ട് മാത്രം അവരെ കീഴടക്കുന്ന ഒരു സമീപനത്തിലേക്ക് എല്ലാ തൽക്കാലം പോകേണ്ടത് എന്നാണ് നയതന്ത്രജ്ഞരെല്ലാവരും പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പട്ടാള മേധാവി അയാളുമായിട്ടുള്ള സൗഹൃദം, അതൊക്കെ നമ്മളുടെ താല്പര്യങ്ങൾ കാര്യമായ രീതിയിൽ അപകടത്തിലാകാത്ത തരത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകാൻ ഈ പട്ടാള മേധാവിയായിട്ടുള്ള ബന്ധം ചിലപ്പോൾ സഹായിച്ചേക്കും. നമുക്ക് കാത്തിരുന്ന് അത് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.